പരിവാർ നീക്കത്തിൽ പ്രതിഷേധിക്കുക സോദരരെ, പ്രതിഷേധിക്കുക സോദരരെ. യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്. പ്രതിഷേധം, 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 പ്രതിഷേധം. ഷാഹി പള്ളി തകർക്കാനുള്ള, ഷാഹി പള്ളി തകർക്കാനുള്ള സംഘപരിവാർ നീക്കത്തിൽ, സംഘപരിവാർ നീക്കത്തിൽ പ്രതിഷേധിക്കുക സോദരരെ. തീയതി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ആശങ്ക പ്രകടിപ്പിച്ചു. ഞാൻ ഭയപ്പെടുന്നു, ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ? വരുന്ന കാലത്ത് ഇന്ത്യക്കാർ മതത്തെ രാഷ്ട്രത്തിന് മുമ്പ് മുകളിൽ പ്രതിഷ്ഠിക്കുമോ, അതല്ല രാഷ്ട്രത്തെ മതത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുമോ എന്ന് അദ്ദേഹം ആശങ്കയോട് ചോദിക്കുകയുണ്ടായി. ഇന്ന് എവിടെ എത്തി? നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്യം ഭരിക്കുമ്പോൾ BR അംബേദ്കറുടെ വാക്കുകളും വാചകങ്ങളുമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇവിടെ മതത്തെ രാഷ്ട്രത്തിന് മുമ്പിൽ പ്രദർശിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഭരണവർഗം. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് കൊല്ലം എത്രയായി? സാധാരണക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു? എന്തൊക്കെ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കിയത്? ഇവിടെ പൗരത്വ ഭേദഗതി ബിൽ ഒരു സമുദായത്തിനെതിരെ, അതുപോലെ തന്നെ കാശ്മീരിൻ്റെ സ്വതന്ത്ര അവകാശം അത് നിഷേധിക്കുക, മുത്തലാഖ് അത് നടപ്പാക്കുക, അതിന് ശിക്ഷ വിധിക്കുക, അതുപോലെ തന്നെ വഖഫ് ബില്ല്, വഖഫിനെതിരായി നടപടി സ്വീകരിക്കുക, പള്ളികളെ അത് അമ്പലങ്ങളാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക, അതിനൊക്കെ ഭരണകൂടം കൂട്ടുനിൽക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യമെത്തി എന്ന് വേദനയോടെ ജനാധിപത്യ വിശ്വാസികൾ കാണുകയാണ്. 1976 ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സോഷ്യലിസവും അതുപോലെ തന്നെ മതേതരത്വവും ഉൾപ്പെടുത്തിയത്. ഇന്ദിരാഗാന്ധി രാജ്യം ഭരിക്കുന്ന സമയത്താണ്. ഇന്ത്യയുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ലോകത്തിനാകമാനം ദിശാബോധം നൽകുന്ന പ്രിയാമ്പിളാണ്, ഭരണഘടനയാണ്. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, to assure all its citizens justice, liberty, equality and fraternity. നാലോ എത്ര മനോഹരമായ ഒരു വാചകം. ലോകത്തിലെ ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾ ആശ വെക്കുന്ന, പ്രതീക്ഷ വെക്കുന്ന, നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന മൂല്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ജനങ്ങൾ, ഇന്ത്യയിലെ പൗരന്മാർ നിയമത്തിന് മുമ്പിൽ സമന്മാരാണ്, നീതിക്ക് മുമ്പിൽ സമന്മാരാണ്. ഏത് മതത്തിൽ വിശ്വസിക്കുവാൻ, അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ 25ാം ആർട്ടിക്കിൾ നമുക്കറിയാം മൗലികാവകാശങ്ങളെ ധ്വംസിച്ചു കൊണ്ടിരിക്കുന്നു. ഭരണകൂടം എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ വ്യക്തി വോട്ടവകാശത്തിലുള്ള അധികാരത്തിൽ വരുന്ന ഗവൺമെന്റാണ്. പക്ഷേ ആ ഗവൺമെന്റിൽ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളെ മറന്നുകൊണ്ട് നിയമനിർമ്മാണം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds, most trusted gold. PAK Gold and Diamonds.